ഹായ്, പി ആർ വിനുവിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇട്ടതിന് പലരും എടുത്തു വെച്ച് വീഡിയോ ചെയ്തിരിക്കുന്ന കണ്ടു. ഒന്ന് രണ്ട് വീഡിയോ ആണ് ഞാൻ പോയി നോക്കിയത്. അതിലെനിക്ക് മനസ്സിലായൊരു കാര്യം, എല്ലാവരും എന്തോ തെറ്റിദ്ധാരണയിലാണെന്ന് തോന്നുന്നു. ഈ പി ആർ വിനു എന്നെ കൊണ്ട് പറയിച്ചു എന്നൊക്കെ പറയണം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെന്ന് പറയുന്ന സാധനമല്ല ഞാൻ. എനിക്കങ്ങനെ താല്പര്യമില്ല. പി ആർ വിനു എന്നെ വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കെതിരെ ഞാനൊരു വീഡിയോ ഇട്ടു. എന്തിനാണ് ഇവർ തമ്മിൽ തെറ്റിയത് എന്നുള്ളത് എന്നെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് ഒരുപാട് കമൻസ് വന്നു. റോങ് കമൻസിന് മറുപടി കൊടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ ഞാൻ ബിനുവിനെ ശരിക്കും കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത്. അതിൻ്റെ കാരണം, പുള്ളി ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായ നടപടിയല്ല, ചെയ്യാൻ പാടില്ല, അനുമോൾ ചെയ്തെങ്കിലും തെറ്റെന്നുള്ള രീതി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യത എന്താണ് നടന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയാണ് ഞാൻ പബ്ലിഷ് ചെയ്തത്. അത് ഞാൻ പബ്ലിഷ് ചെയ്യാനുള്ള കാരണം എനിക്ക് മനസ്സ് പൊറുക്കാത്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അനുമോളുടെ ചേച്ചിയാണ് ഇതിനകത്ത് കളിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ബിന്നിയാണ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഐ മീൻ എല്ലാവരും അത് പറയുന്നുണ്ട്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു, ബിന്നിയാണെന്ന്. ബിന്നിയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചപ്പോൾ അത് കൃത്യമായി എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ബിന്നി ഈ വിഷയത്തിൽ ഇന്നസെന്റ് ആണ്. ബിന്നി ബിഗ് ബോസിനകത്തൊക്കെ കുത്തിത്തിരിപ്പൊക്കെ കാണിച്ചിട്ടുണ്ടാകാം. പുറത്തേക്ക് ഉള്ള കാര്യം ഈ ഒരു വിഷയത്തിൽ, ഈ സ്പെസിഫിക് പോർഷനിൽ ബിന്നി ഇല്ല, ബിന്നി ഇടപെട്ടിട്ടില്ല. പാവത്തിനെ ശരിക്കും അങ്ങോട്ട് എടുത്തിട്ട് കൊലവിളിക്കുകയാണ് എന്നുള്ള പരാതിയുമായിട്ടാണ് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. ചേച്ചിക്ക് ആ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന്. അതും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നിങ്ങളത് കേട്ടിട്ട് പറയും. ഇനി ഇതും എടുത്തുകൊണ്ട് പോയിട്ട് അതേ എന്നെ കൊണ്ട് പറയിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നതല്ല. കേട്ട കാര്യം പബ്ലിഷ് ചെയ്യണമെന്ന് തോന്നി ഞാൻ പബ്ലിഷ് ചെയ്യുന്നു എന്നതിനപ്പുറം അത് അയാളുടെ അറിവോടുകൂടിയുമല്ല. എന്നെ വിളിച്ചു, എനിക്ക് കേട്ട കാര്യം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കേൾപ്പിക്കുന്നു എന്നതിനപ്പുറം ഇതിനകത്ത് മറ്റൊരു ഇൻറ്റൻഷനും ഇല്ല. പിന്നെ വിനു എന്നെ കുറേ വിളിച്ചിട്ട് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിയോട് എന്തിനു പറഞ്ഞു, ചേച്ചിയുടെ അടുത്ത് പറയേണ്ട കാര്യം എന്താ, ചേച്ചിയെ കൊണ്ട് ഇത് പറയിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ട് എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ചേച്ചി എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചിട്ടാണ്. അങ്ങനെ ഉള്ളിടത്ത് നിങ്ങൾ പറയുന്ന കേട്ടാത്തൊന്നും അയാൾ എന്നെ കൊണ്ട് പറയിച്ചത്. എനിക്കങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. എനിവേ, നമുക്ക് ഈ ബിന്നിയുടെ ഹസ്ബൻഡ് പറയണത് എന്താന്ന് കേൾക്കാം. ഹലോ ചേച്ചി, എന്റെ പേര് നൂബിൻ ആണേ. ബിന്നിയുടെ ഹസ്ബൻഡ് അല്ലേ? അതെ അതെ അതെ. ഞാൻ ഇപ്പൊ ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോ അനീഷിന്റെ നമ്പർ വെച്ച്. അനീഷിനെ അറിയോ? ദേവല്ലേ? അത് തന്നെ, എന്റെ സീരിയലിലൊക്കെ ഡബ് ചെയ്യുന്നതാണ് ചേച്ചി. അതെ, ഞാനിത് ചേച്ചിയോട് പറയുന്നത്. അപ്പൊ ചേച്ചി വീഡിയോ കണ്ടപ്പോ ഞാൻ പറഞ്ഞതാണ്, പക്ഷേ വിളിക്കുന്നത് തോന്നി അങ്ങനെ വിളിച്ചാണ്. അന്ന് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ചേച്ചി, നമ്മൾ അന്നൊരു പ്രോഗ്രാമിന് പോയില്ലായിരുന്നോ? അനുമോളുടെ കൂടെയല്ലേ? അനുമോളുടെ കൂടെ അല്ല പോയെ, മറ്റേ മൈൽ സ്റ്റോണിന്റെ ഒരു പ്രോഗ്രാം പോയില്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു പ്രോഗ്രാം പോയപ്പോ മറ്റേ വിനു അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പുള്ളി കുറെ നേരം കഴിഞ്ഞപ്പോ പുള്ളി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു സംസാരിക്കാനായിട്ട്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരനോട് വൈഫ് ചോദിച്ചു, പുള്ളിയുടെ കാരണം നമുക്ക് കുറെ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലെല്ലാം. അപ്പം അവള് ചോദിച്ചു, ഇങ്ങനെ ആളുകളാണോന്ന് ചോദിച്ചു. വിനുവിനോട് ചോദിച്ചതാണ്, വൈഫ് ചോദിച്ചതാണ്. പുള്ളിയുടെ കാരണം പുള്ളിയാണല്ലോ അവളുടെ PR ആയിട്ട് നടക്കുന്നത്. അപ്പം നമ്മുടെ ഓൾറെഡി അവരുടെ ഗ്രൂപ്പിന്റെ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ മെസ്സേജ്. അത് എനിക്കാണ് അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമില് അവരുടെ ഗ്രൂപ്പിലുള്ള ഏതൊരു പയ്യൻ. അപ്പൊ എനിക്ക് അയച്ചു തന്നിട്ട് അപ്പം ഞാനാണ് പിന്നിക്ക് കൊടുത്തത്. അപ്പൊ പുള്ളിയോട് ചോദിച്ചു, പുള്ളി എന്നോട് പറഞ്ഞു ഞാനല്ല, മീൻസ് പുള്ളിക്കാരനല്ല ആ ഗ്രൂപ്പിന്റെ. കാരണം പുള്ളിക്കാരന്റെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന കുറെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പുള്ളി അത് കളഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ആ ഗ്രൂപ്പിൽ അനുമോളുടെ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. കളഞ്ഞവരെല്ലാരും കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്താണ് ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞത്. ആ ഗ്രൂപ്പിൽ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി എന്ന് ആലോചിച്ച് നോക്കി, ചേച്ചിയുടെ ഇപ്പോൾ അനീതി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരാണെങ്കിൽ ഈ അനുമോളും അനുക്കുട്ടിയും ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സീരിയൽ ഫസ്റ്റിലെ മുകളിൽ ചേർന്ന് അനീതിയായിട്ട്, ഞങ്ങൾ ഫസ്റ്റ് സീരിയൽ ചേർന്ന് അനീതിയായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തത്. അപ്പൊ എനിക്ക് അനുമോളെ ആണെന്ന് ശരി, അനുമോളുടെ ചേച്ചിനെ അവരെല്ലാവരും എനിക്ക് അറിയാവുന്നേ. ഞങ്ങൾ ഓൾറെഡി ഭയങ്കര കൂട്ടായിരുന്നു. അപ്പൊ അനുമോളുടെ ഒരു കസിൻ ഉണ്ട് രാജശേഖരൻ, പുള്ളി പേര് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഞാൻ ഭയങ്കര കൂട്ടാണ്. അപ്പൊ ചേച്ചി ആലോചിച്ച് നോക്കി, ഇപ്പൊ ചേച്ചിയുടെ ഒരാളെ പറ്റി ഇങ്ങനെ പറയും, നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ തന്നെ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മള്, എനിക്കിപ്പോ എന്റെ വൈഫിനെതിരെ ചേച്ചി ഇപ്പൊ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ നെഗറ്റീവ് വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കില്ലേ. ഇപ്പം പുള്ളി അനുവിന്റെ ചേച്ചി ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ചേച്ചി അറിയൂ, എന്റെ മനസ്സിൽ ഇങ്ങനെയാണ്, ചേച്ചി ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ചേച്ചി അറിയൂല്ലോ ആ ഗ്രൂപ്പിൽ എന്തൊക്കെയാ നടക്കുന്നതെന്നുള്ളത്. അപ്പം അതങ്ങനെ ചെയ്യുന്ന മോശമല്ല. അത് ഞാൻ ചേട്ടനോട് പറഞ്ഞു, അവരോട് സംസാരിച്ചു, ഇതാണ് പറഞ്ഞത്. അല്ലാതെ എന്റെ വൈഫ് ഇപ്പൊ അനുമോളെ വിളിച്ചു, അനുമോളുടെ ചേച്ചിനെ വിളിച്ചു, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവരോട് ആരെങ്കിലും ചോദിച്ചു നോക്കിയോ.
ഇപ്പൊ ഞാൻ എന്റെ വൈഫിന് ഇങ്ങനെ ചീത്ത പറയുന്നത് കേട്ടപ്പോ ഞാൻ ചോദിച്ചത് അവര് അപ്പൊ ഞങ്ങൾ സംസാരിച്ചു, അത് ക്ലിയർ ചെയ്തു. അല്ലാതെ ഞാൻ ഇവര് തമ്മിൽ വഴക്കുണ്ടാക്കാനൊന്നും നമുക്കിപ്പോ അവര് വഴക്കുണ്ടാക്കുന്നൊന്നും അങ്ങനെ ഞാൻ ചെയ്തു. ഞാൻ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന പുള്ളി നിങ്ങളെ പറ്റി മോശം പറഞ്ഞിട്ടില്ല, ബിന്നി പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. ബിന്നിയും പിന്നെ താങ്കളും കൂടെ ചേർന്ന് ആരെടുത്തോ പറഞ്ഞു, അവരാണ് പോയി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞതെന്നും അവരാണ് പിന്നെ അത് കുളമാക്കിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല നിങ്ങൾ പറഞ്ഞു എന്ന് അതേമല്ല പറയുന്നത്. അവര് ഞാൻ അനുവിന്റെ ചേച്ചിയോടും അനിമോളോടും ഞാൻ സംസാരിച്ചതാണ്. ഓ, ഡയറക്റ്റ് സംസാരിച്ചതാണ് അല്ലേ? ഇല്ലില്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ ആ ചേട്ടനോട് സംസാരിച്ചു, ചേട്ടനാണ് അവരോട് സംസാരിച്ചത്. അതെ അതെ, ആ പുള്ളിയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ച് സംസാരിച്ചു. ഓ ഓക്കെ. അല്ലാതെ ഞാൻ ഇതിന്റെ അകത്ത് അനിമോളുടെ ചേച്ചിയാണ് അതിന്റെ അകത്ത് ഇട്ടേന്നൊന്നും ഞാൻ പറഞ്ഞ. ചേച്ചി ഉള്ള ഗ്രൂപ്പ് ആവുമ്പോ അവരറിയൂല്ലോ. ഇപ്പൊ ചേച്ചി ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് എതിരെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ ചേച്ചി അറിയില്ല. ഇപ്പൊ എന്റെ വൈഫിനെ പറ്റി ഇങ്ങനെ പറയുമ്പോ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കില്ലേ ചേച്ചി. അത് പുള്ളി ചോദിച്ചത് ന്യായമാണ്. പുള്ളി അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. സത്യമായിട്ടും പുള്ളി അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. അയാളുടെ വൈഫിനെ എന്തിനാ അങ്ങനെ ഇട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു? നമ്മൾ മുമ്പേ പരിചയക്കാരല്ലേ? ആ പരിചയമെങ്കിലും വെച്ചിട്ട് നിങ്ങൾ എൻ്റെ ഭാര്യയെ ഉപദ്രവിക്കാതിരുന്നു കൂടെ എന്ന ചോദ്യം വളരെ ജെന്യൂൻ ആൻഡ് ക്വൈറ്റ് നാച്ചുറലായ ഒരു കാര്യമാണ്. ഇവർ രണ്ടുപേരുടെ ഈ പരാതി പറയുന്ന രീതിയിൽ പറഞ്ഞത് രാജേഷിൻ്റെ അടുത്താണെന്നോ രാജീവോ അങ്ങനെ ആരോ ആണ്. പുള്ളിയാണ് പോയി അനിമോളുടെ ചേച്ചിയുടെ അടുത്ത് പറയുന്നത്. അനിമോളുടെ ചേച്ചിയാണ് അനിമോൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അനിമോള് അത് ചാടി കടിച്ചുകൊണ്ട് വിനുവിൻ്റെ നേരെ കയറുന്നു. വിനുവിനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണു, വിനുവിനെ മോശം പറയണു. ഇതോടെ ആ പ്രശ്നം വളരെ രൂക്ഷമാവുന്നു. അപ്പോൾ ഇതിനകത്ത് ആരാ യഥാർത്ഥത്തിൽ കളിച്ചത്? അനിമോളുടെ ചേച്ചി തന്നെയല്ലേ? ഇനി പോട്ടെ, ഞാൻ അനിമോളുടെ ചേച്ചിയെ ഇത് വിശ്വസിക്കാൻ അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കിന്ന് ഉച്ചയ്ക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, തുരുതുരാ ഒരു പയ്യൻ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അവൻ ആകെ പറയാൻ ഉദ്ദേശിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അനിമോളുടെ ചേച്ചി ഡീസൻ്റ് ആണ്. അതിനപ്പോൾ എന്നോട് പറയണേ, ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ എവിടെയും അനിമോളുടെ ചേച്ചി ഡീസൻ്റ് ആണെന്നോ ഇൻഡീസൻ്റ് ആണെന്നോ പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാണ് അനിമോളുടെ ചേച്ചി അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇല്ല എന്ന് അടിച്ചു പറയാനായിട്ട് പുള്ളിക്കാരൻ വന്ന് ഈ ഒരു ബഹളം കാണിച്ച്? എനിക്ക് അവിടെയാണ് ഈ സംശയം തുടങ്ങിയതും. ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥ മാടമ്പള്ളിയിലെ മനോരോഗി ചേച്ചിയാണ്. ഞാൻ എന്റെ വൈഫിനെ പറ്റിട്ടാണ്. അപ്പൊ ഞാൻ അതാണ് ചെയ്തേക്കുന്നത്. അല്ലാതെ ഇവര് പറയുന്ന പോലെ എനിക്ക് ഈ ബിഗ് ബോസ് ഇത്ര നാളായിട്ട് കഴിഞ്ഞു, അത് തീർന്നു. എന്നിട്ട് ഒന്നാമത്തെ കാര്യം ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോഴാണ് ബിഗ് ബോസ് കാണുന്നത്. അവളും ഇപ്പോഴാണ് കണ്ടത്. അപ്പൊ ഇത് ഒന്നാമത്തെ കാര്യം. ഇത് നമ്മള് അങ്ങനെ ഒത്തിരി വഴക്കിനോ അങ്ങനെയൊന്നും പോകുന്ന ആൾക്കാരല്ല. ഇപ്പൊ ഞാനൊന്നും ഒട്ടുമല്ല ചേച്ചിക്ക് എന്നെ പറ്റി അറിയുന്നവരോട് ചോദിച്ചാൽ അപ്പൊ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇന്നലെ ആണെങ്കിലും മറ്റേ മരണ വീട്ടിലേക്ക് കണ്ടില്ലേ, ഞാൻ എടുത്തില്ല, എനിക്കതൊന്നും തോന്നി. അത് വേറൊരു അത് ഞാൻ പറയുന്നില്ല, വേറൊരു സംഭവം വന്ന് ഇവളെ അവിടുന്ന് രക്ഷപ്പെടുത്തി. ആ ഒരു വിഷയത്തിനെ പറ്റി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ വേറൊരാളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതിൽ നിന്ന് അവൾ സേവായി വന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആ വിഷയത്തിൽ അതങ്ങനെ ഒന്നും ചെയ്യുന്നതുകൊണ്ട് ഒരു കുറ്റമൊന്നുമില്ല. അതിപ്പം അവരുടെ ബന്ധുക്കൾ ആരും അല്ലല്ലോ. ഒരു മരണ വീട്ടിൽ പോയാൽ കാണിക്കേണ്ട മര്യാദ ഉണ്ട്. മോഹം പൊത്തി പിടിച്ചല്ലേ ചിരിച്ചത്. എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല, കമന്റ്സ് ഇല്ല കേട്ടോ. അപ്പൊ അവൾ അറിയുന്ന രക്ഷപ്പെട്ട് പോകുന്ന രീതിയിൽ കാണിച്ചു. പക്ഷെ ഇവരത് വേറെ രീതിക്ക് കേൾക്കുന്നു. നമ്മൾ എന്ത് ചെയ്യാനാണ്? അത് എനിക്ക് തോന്നുന്നു മറ്റേ ലവനിട്ട് തമ്പ് കണ്ടിട്ട് നങ്ങി ഇരിക്കുക. അപ്പൊ അവിടെയുള്ള ആൾക്കാർക്ക് ഈ ബിഗ് ബോസോ അതുപോലത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാണിച്ചു മനസ്സിലാവില്ല. പേരിലൊന്നും ഇതിപ്പോ ഇവരുള്ള ഗ്രൂപ്പാണെങ്കിൽ അത് ചേച്ചി ഞാൻ അറിയുന്ന ആളെ, അപ്പൊ നിങ്ങൾ അതിങ്ങനെ കാണിക്കണം. പക്ഷെ ചേച്ചിക്ക് അറിയില്ല എന്ന് എന്നോട് പറഞ്ഞു, തീർന്നു. എനിക്ക് പറയാനുള്ള പുള്ളിക്കാരി അവരോട് ഞാൻ പറഞ്ഞു അത് ക്ലിയർ ആക്കി. വിനു ഉടക്കിന്ന് പറഞ്ഞപ്പോ വിനുവിനോട് പറഞ്ഞു ഞാൻ കാരണം നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ വേണമെങ്കിൽ അവരോട് സംസാരിക്കാം. ഞാൻ പുള്ളിയോട് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല ബ്രോ ഞാൻ അത് വേണ്ടാന്ന് വെച്ചതാണ്, ഞാൻ നിർത്തി എന്ന് പറഞ്ഞു. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു പുള്ളിയോട് നമ്മളായിട്ട്. അല്ലാതെ പക്ഷെ ഞാനിത് പറഞ്ഞിട്ട് ഉറക്കുണ്ടാക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പം പക്ഷെ ഞാൻ ഇവരിത് ഉറക്കുണ്ടാക്കുന്ന ഓർത്തോണ്ട് അവർ ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ എന്റെ വൈഫ് ഒന്ന് തെറിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ മിണ്ടാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്താണ്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം അങ്ങ് അങ്ങനെ ആയിപ്പോയി. ഇല്ല അങ്ങനെയൊന്നുമില്ല, ഞാൻ ചേച്ചി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ക്ലിയർ ആക്കിയതാണ്. ആ ലാസ്റ്റ് പറഞ്ഞ പോഷൻ ഒന്നും കൂടെ കേട്ടുള്ളൂ. ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കിയതാണെന്നാണ് അവൻ പറയുന്നത് കേട്ടോ. ഞാൻ അതും പറഞ്ഞു എന്നെ കൊണ്ട് പറയിച്ചത് മുന്നോട്ട് വരല്ലേ. ചേച്ചി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ക്ലിയർ ആക്കിയതാണ്. ചേച്ചി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ക്ലിയർ ആക്കിയതാണ്. എനിക്ക് വേണ്ടി വീഡിയോ ഇടണമെന്നോ ഒന്നും ആ കുട്ടി പറഞ്ഞിട്ടില്ല. അങ്ങനെ യാതൊന്നുമില്ല. ആരുടെയും നാവായിട്ട് ഞാൻ ഇവിടെ ഇല്ല. കേട്ട കാര്യം മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനകത്ത് നടന്നത് ഇത്രയേ ഉള്ളൂ. ബിന്നിക്ക് ഏർപ്പെട്ട ഈ സൈബർ ബുള്ളിങ്ങിനെ ബേസ് ചെയ്തിട്ട് അവരോട് ചോദ്യം ചോദിച്ചു. അത് ബിന്നിയും അവരും തമ്മിലുള്ള ഇരിപ്പ് വശം കൊണ്ടാണ്. ഈ ഷോയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല ബിന്നിക്ക് അനിമോളെ അറിയുന്നത്, അതിന് മുമ്പേ അറിയാം. അനിമോളും ബിന്നിയും തമ്മിൽ മുൻപേ സൗഹൃദത്തിലാണ്. കുടുംബവുമായി അവർക്ക് സൗഹൃദമുണ്ട്.
അങ്ങനെ സൗഹൃദത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നത് അഡ്മിനായിരിക്കുന്ന ഈ സ്ത്രീ കണ്ടില്ലേ എന്നുള്ള ഒരു സാമാന്യ ചോദ്യം മര്യാദപൂർവമായി ചോദിച്ച ചോദ്യത്തിനെ വളച്ചൊടിച്ച് വിനു എന്നെ ഇട്ടുകൊടുത്തു, അതുകൊണ്ടാണ് അവരെന്നെ തെറ്റിദ്ധരിച്ചത് എന്ന രീതിയിൽ വന്ന് അനുമോളെടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അനുമോള് മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണ എന്ന പോലെ നേരെ എടുത്തു പിടിച്ച് വിനുവിൻ്റെ തലയിലോട്ട് ഒരു ഒറ്റ കയറ്റവാ. അതാണ് സംഭവിച്ചത്, അതാണ് നടന്നത്. സത്യത്തിൽ ഇതിനകത്ത് വിനു കാര്യം അറിഞ്ഞിട്ടില്ല, ബിന്നി അറിഞ്ഞിട്ടില്ല. ഇതിനകത്ത് യഥാർത്ഥ ആ മാടമ്പള്ളിയിലെ മനോരോഗി എന്ന് പറയുന്നത് അനുമോളുടെ ചേച്ചിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഇതിനകത്ത് ആ പുഴയും പറയുന്ന ഒരു കാര്യമുണ്ട്, അത് കേൾക്കാം. ഇത്രയാണ് ഒഫീഷ്യൽ ഗ്രൂപ്പ്സ് ഉള്ളത്. ഇതില് 2 എണ്ണം വിനു ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്, ബാക്കിയൊക്കെ നമ്മൾ അഡ്മിൻസ് ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. പിന്നെ അതേപോലെ എന്താണ് ഇതിന്ന് ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടാണ് അൺഒഫീഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ നിന്നാണ് ഈ ബിന്നിയുടെ കേസ് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ടുള്ളത്. പിന്നെ ഇതിനിടയിൽ ബിന്നി കിടന്ന് നല്ല രീതിക്ക് കളിച്ചത് അത് വേറെ ഇഷ്യൂ. ആ പെണ്ണുമ്പിളിക്ക് എന്തിന്റെ സൂക്കേടാണാവോ? കുത്തിരിപ്പ് ഷോ കഴിഞ്ഞിട്ടും അതിന്റെ തിളപ്പ് കഴിഞ്ഞിട്ട് കുത്തിത്തിരിപ്പ് ബിന്നി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇതിനകത്തേക്ക് കൊണ്ടിടാനാണ് ഇവരെല്ലാവരും ഉത്സാഹിക്കുന്നത്. ഒന്നുകിൽ വിനുവിനെ പറയുക, അല്ലെങ്കിൽ ബിന്നിയെ പറയുക. യഥാർത്ഥത്തിൽ ഈ പ്രശ്നക്കാരി ആരെന്നുള്ളത് അവർക്കും അറിയാം, അവരുടെ കൂടെ ഉണ്ടെന്നും അറിയാം. കുടുംബത്തിനെ സ്നേഹിക്കുന്ന കുടുംബിനിക്ക് അത് വിട്ടുകൊടുക്കാൻ വയ്യ. ആദ്യം വീട്ടിലുള്ളവരെ തിരുത്തു, ബാക്കിയുള്ളവരുടെ തലയിൽ കയറുന്നതിന് പകരം. ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിനായിരിക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ അഡ്മിനായിട്ട് ഇരിക്കരുത്. നമ്മുടെ ഗ്രൂപ്പിലായിരുന്നാലും ഏത് ഗ്രൂപ്പിലായിരുന്നാലും അഡ്മിൻ എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു ഇതാണ്. അതിനകത്ത് ഇതുപോലത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിലക്കേണ്ടതാണ്. ഇപ്പം അനുമോളുടെ ചേട്ടത്തി അതിനകത്തുണ്ട്, അനുമോളുടെ വീട്ടിലുള്ള ആരെങ്കിലും അതിനകത്തിട്ട് കളിയാക്കിയ വിടുമോ? അത്രയേ ഉള്ളൂ. ബിന്നിയെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് മാത്രമല്ല, നോബിൻ അതിനകത്ത് പോയ ഒരു വ്യക്തിയാണ്. എല്ലാം ഒന്നും പുറത്തു വരത്തില്ല. വളരെ സന്തോഷപൂർവ്വമായ പല കാര്യങ്ങളുമുണ്ട്, അതൊന്നും പുറത്തു വരത്തില്ല. തമാശ രൂപേണ ഇട്ടത് പോലും മറ്റൊരു നെഗടിക്കുന്ന രീതിയിലാണ് അവർ പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞു, ഷോ കഴിഞ്ഞു, പ്രശ്നം തീർന്നു, ഒക്കെ സോൾവ് ആയപ്പോൾ ബിനുവിനെ ഒഴിവാക്കണമെങ്കിൽ അങ്ങ് ഒഴിവാക്കിയാൽ മതി, അതിന് ബിന്നിയെ പിടിക്കണ്ട എന്നാണ് അവരുടെ ഭാഗം അവർ പറഞ്ഞു വെച്ചത്. ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. എനിക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞത്. ഇതിനകത്ത് ശരിക്കും കളിച്ചിരിക്കുന്നത് അനുമോളുടെ ചേച്ചി തന്നെയാണ്. കറവ പശുവിനെ വിട്ടുകൊടുക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കാം. എന്ത് തന്നെ ആയാലും ഹുദാഗവ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബിന്നി ഇതിനകത്ത് ഇന്നസെൻ്റ് ആണ്. സൈബർ ബുള്ളിങ്ങിൽ ആ പെൺകുട്ടി ആകെ മനോനില തകർന്ന് ആകെ പണ്ടാരം കുത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആക്രമിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആക്രമിച്ചോളൂ, നോ ഇഷ്യൂസ് അറ്റ്. അഹങ്കാരപൂർവ്വമായ വർത്തമാനങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇനി ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സൈബർ ബുള്ളി ചെയ്താൽ ഓക്കെ. ചെയ്യാത്തൊരു തെറ്റിന് നമ്മൾ സൈബർ ബുള്ളി ചെയ്യുന്നത് തെറ്റാണ്. സൈബർ ബുള്ളിങ് എന്താണെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പേരിലാണെങ്കിലും ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.